നീ നല്ലതുപോലെ ആലോചിച്ചു നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടു ജോലിക്ക് നിന്നു. അവിടെ ഒരാളെന്നെ ചതിച്ചില്ലേ? ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരും ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടനതൊക്കെ പറയുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വനാഥ് സാറിനെ കണ്ടുമുട്ടില്ല. നീ ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റിയ എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. പോടി, പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാ. നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചു, അറിയാവോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഓടി, പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു, പോ. ചേട്ടാ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കാം. ഞാനതനുസരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ നീ 4 ലക്ഷമൊക്കെ ഉണ്ടല്ലോടാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? അങ്ങനൊക്കെ കഴിയുന്നു. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഏതാടാ പെണ്ണ്? അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്. ഞാൻ കല്യാണം തീർച്ചയായിട്ടും വരാം. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതാണ് സാവിത്രി, നമ്മൾ ആദ്യ രാത്രിയുടെ പ്രത്യേകത. ഡാഡി മോള് കൂടി കളിക്കുകയാണോ? ഇതാ മോക്ക്. സോറി, നിന്റെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ നീ എന്നാണ് വാക്ക് പാലിച്ചിട്ടുള്ളത്? അതുകൊണ്ടല്ല, എന്റെ ഫാക്ടറിയുടെ മെഷീനറീസ് ഒക്കെ വന്നു, അത് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ മിസ് എവിടെ? ഒന്ന് പരിചയപ്പെടുത്തടാ. സൗത്രി, സൗത്രി, നീ ഇവിടെ നിൽക്ക്. ഞാൻ ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് വരാം. മമ്മി മമ്മി, ദേ ഒരു അങ്കിള് വന്നിരിക്കുന്നു. ഡാഡിയുടെ ഫ്രണ്ടാ. പിന്നെ നമ്മുടെ കൺസൈൻമെന്റ് കാര്യമൊക്കെ എന്തായി? ഒന്നുമില്ല. അത് ശരി. പിന്നെ കാര്യം ചെയ്യണം. കുഴപ്പമില്ലല്ലേ?
ആയിട്ട് സാവിത്രി ഒന്നില്ലേ? നീ ഇരിക്കും. മമ്മി എവിടെ? മമ്മി കുളിക്കുക. സാവിത്രി, എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അതിനിടയ്ക്ക് എന്റെ പുളി. ഒന്ന് വേഗം വാ. എടാ, അവൾ കുളിക്കുകയാണ്. നീ ഇരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ പിന്നെ വരാം. റൈറ്റ്. നീ ഇവരെ കുളിച്ചില്ലേ? കുളിക്കുന്നു പറഞ്ഞിട്ട് അവൻ പോയി. കുളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അവൻ ഇവിടെ ഒരു ഫാക്ടറി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം അവന്റെ വീട്ടിൽ പോകണം. അവന്റെ അമ്മ നല്ല സ്ത്രീയാണ്. നീ ചെല്ല്, കുളിക്കാൻ നോക്ക്. ഹലോ, വിശ്വനാഥന്റെ വീടല്ലേ? അതെ, അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങളാരാ? എനിക്ക് അദ്ദേഹത്തിനെ അല്ല വേണ്ടത്, നിന്നെയാ. നിങ്ങളാരാ? എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ല സാവിത്രി. ഒന്ന് ഓർത്തു നോക്ക്. ആരാണെന്നാ ചോദിച്ചത്? ഞാനോ? അത് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് വരാം. ഞാനിന്ന് 3 മണിക്ക് വരും. ആ സമയത്ത് വീട്ടിലാരും കാണില്ലല്ലോ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം. എതിർത്താൽ നിന്റെ ജീവിതം തകരും. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ പഴയ സുരേന്ദ്രൻ. ഞാനിന്ന് 3 മണിക്ക് വരും. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അത് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞാൽ ആ നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും. സുരേന്ദ്രൻ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. വേണേൻ ഇവിടെ വരരുത്. എന്റെ ഭർത്താവിനെ കാണരുത്. സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ? നിനക്കറിയാമെന്നാണ് ചോദിച്ചത്. എങ്ങനെ നിനക്ക് അവനറിയാം? ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു. എന്താണ് നിനക്ക് അവനുമായി? ഞാൻ അറിയാൻ പാടില്ല രഹസ്യം. ഒന്നും എന്നോട് ചോദിക്കരുത്, ഒന്നും എന്നോട് ചോദിക്കരുത്. ഹലോ, വിശ്വനാഥന്റെ ഓഫീസല്ലേ? അതെ, സാറ് നേരത്തെ വീട്ടിൽ പോയി. അങ്ങോട്ട് വിളിച്ചാൽ മതി. എനിക്കറിയണം, നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു. അതാണ് എനിക്കറിയേണ്ടത്. വിശ്വനാഥ, നീ അറിയേണ്ട കാര്യമില്ല. അറിയാതിരിക്കാണ് നല്ലത്. എനിക്കത് അറിയണം. പറയാ. പറയാം.
സാവിത്രി പാവം. വിവാഹത്തിന് മുമ്പ് അവക്കൊരു തെറ്റുപറ്റി. അതിന് ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത്. എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു. ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത്. എടാ, ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തു തന്നത്? അവൻ ഇവളുടെ സഹോദരനല്ല. എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരാത്ത ബന്ധമുണ്ടായിരുന്നു. എന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരോടും അങ്ങനെ പറയുന്നത്. അവന്റെ ഒരു കുഞ്ഞിനെ ഇവള് പ്രസവിച്ചു. അതിനെ അവൻ ഇവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇവളവന്റെ പെങ്ങളൊന്നും അല്ലെന്നേ, ഒരു കുറിപ്പിന്റെ മോള. ഇവനുമായിട്ടുള്ള ഈ ബന്ധം കാരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്നുള്ള കാര്യം ഇവൾ എങ്ങനെയോ മനസ്സിലാക്കി. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്ന ഇവളുടെ പേടി. ഐ എം സോറി. ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. നീ പറയിപ്പിച്ചതാണ്. സാവിത്രി നല്ലൊരു സ്ത്രീയാണ്. അവളോടൊന്നും ചോദിക്കണ്ട. നീ കഴിഞ്ഞ എല്ലാം മറക്കാൻ, എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. നീ ഇല്ലാത്തപ്പം ആ കാളവണ്ടിക്കാരെ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. നീ അവനെ അവിടെ കേറ്റായിരുന്നാ മതി. ആ കാളവണ്ടിക്കാരൻ നിന്റെ ആരാടി? ആരാണെന്നാ ചോദിച്ചത്? എന്റെ ആങ്ങള. നിന്റെ അവൻ നിന്റെ ആങ്ങളെയാണോടി? ആണോ? അവൻ നിന്റെ കാമുകനല്ലേടി? അവന്റെ കുഞ്ഞൊന്നും പ്രസവിച്ചിട്ടില്ലേ? നീ അവനെ കൂടെ ചേർന്ന് എന്റെ ജീവൻ തകർത്തു. നിന്നെ ഞാൻ വെറുതെ വിടില്ലേ? നിന്നെ ഞാൻ കൊന്ന് കുഴിച്ചോളൂ. പോയി. നീയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ഇവിടെ നിന്റെ ആരാണ്? എന്റെ പെങ്ങളാണ്. ഇവിടെ നിന്റെ ആരാണ്? സത്യം പറയണം. ഞാനെല്ലാം അറിഞ്ഞടാ. ഇവിടെ നിന്റെ അയൽപ്പക്കത്തുള്ളൊരു പെണ്ണല്ലേ? നിനക്ക് ഇവളുമായി പറയാൻ കൊള്ളാത്ത ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? നിന്റെ കുഞ്ഞിനെ ഇവൾ ഗർഭം ധരിച്ചില്ലേ? പ്രസവിച്ചില്ലേടാ? എന്റെ ജീവിതമാണ് നീ ഇവളും കൂടെ തകർത്തത്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. അവളെന്റെ സ്വന്തം സഹോദരിയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെന്റെ പെങ്ങളാണ്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളൊരു വലിയ വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടുത്തെ മുതലാളി പയ്യൻ ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവൾ അവനെ വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവളെ തെരുവിലേക്ക് അടിച്ചിറക്കി. അത് ഇവളുടെ തെറ്റാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇവളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവളെ ഞാനെന്തിന് നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം? എനിക്ക് ആരോഗ്യമില്ലേ? എനിക്കൊരു പെണ്ണിന്റെ ആവശ്യമില്ലേ? എനിക്ക് ഇവളെ അധ്വാനിച്ചു പോറ്റാനുള്ള കഴിവില്ലേ? ഇവളെന്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു. അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കഴിയുമായിരുന്നു. നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളെ എതിർത്തു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ രഹസ്യം നിങ്ങളോട് ഒരിക്കലും പറയരുതെന്ന് ഞാൻ അവളെ നിർബന്ധിച്ചിരുന്നു. ഇവൾ നിരപരാധിയാണ്. മരിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ പെങ്ങൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞാനും ചെയ്തുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരനായ ഒരുത്തനുണ്ട്, സുരേന്ദ്രൻ. അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സുരേന്ദ്രൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എങ്കിൽ എനിക്ക് അവനെയാണ് കാണേണ്ടത്.
എനിക്ക് മാപ്പ് തരണം. വിവാഹത്തിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കൂ. സാവിത്രിയെ നീ നശിപ്പിച്ചു. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അതും നീ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിനക്കുള്ള ശിക്ഷ മരണമായിരിക്കും.